വ്യത്യസ്തമായ അന്വേഷണ സംഘങ്ങൾ പിടികൂടുന്നത്. എങ്ങനെയെങ്കിലും കുറെ പണം സമ്പാദിക്കണം, ലക്ഷ്യങ്ങൾ വേണം. ഈ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ പിടിക്കപ്പെടുവാണ്. രക്ഷയില്ല. നിങ്ങൾ ഈ കേരള നസ്രാണി എന്നൊരു ഫേസ്ബുക്ക് ഐ ഡി ഉണ്ട്. അതിനകത്ത് ഒരു വലിയ പോസ്റ്റ് വന്നിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. ആ പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ. 90% നഴ്സുമാർ ക്രിസ്ത്യാനികളായിരിക്കെ നഴ്സിംഗ് പാസ്സായതിനോ ഇന്ത്യയിൽ ഒരിടത്തും നേഴ്സായി ജോലി ചെയ്തതിനോ തെളിവ് പോലും ഇല്ലാത്ത ഒരു ജിഹാദിയെ ലോക അവസാനം വരെ നേഴ്സിംഗ് സംഘടനയുടെ ബാപ്പ ആക്കി പ്രതിഷ്ഠിക്കുക. അവൻ മാത്രമാണ് നിങ്ങളുടെ രക്ഷകൻ എന്ന് നഴ്സിംഗ് പഠിച്ച് നേരെ യൂറോപ്പിലോട്ട് പോകുന്ന ക്രിസ്ത്യൻ നേഴ്സുമാരെ വരെ തെറ്റിദ്ധരിപ്പിക്കുക. ഈരാറ്റുപേട്ടയിലെ നമ്മുടെ പുതിയ ആശുപത്രി വന്നത് വിജയിപ്പിക്കാൻ പാലാരൂപതയുടെ കീഴിലുള്ള സകല ആശുപത്രികളിലും ക്രിസ്ത്യൻ നേഴ്സുമാരെ കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുക. നിരോധിത തീവ്രവാദ സംഘടന പോപ്പുലർ ഫ്രണ്ട് എത്ര ബുദ്ധിപൂർവമാണ് കരുക്കൾ നീക്കുന്നത് എന്നത് തലയ്ക്കകത്ത് അല്പമെങ്കിലും വെളിവുള്ളവർക്ക് മാത്രമേ മനസ്സിലാകൂ. ഇങ്ങനെയാണ് ആ പോസ്റ്റ്. അതായത് ഈ നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് എന്താണ് എന്ന് സാധാരണക്കാരനു മനസ്സിലാക്കി കൊടുക്കാൻ എല്ലാ കാലത്തും അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ ശ്രമിക്കുന്നുണ്ട്. നഴ്സിംഗിന്റെ സംഘടന നോക്കുമ്പോൾ നഴ്സുമാരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന. പക്ഷേ ഈ ക്രിസ്ത്യൻ പെൺകുട്ടികളായ നഴ്സുമാരുടെ വ്യക്തിഗത വിവരങ്ങൾ വരെ ചോർത്തുന്നു. നഴ്സുമാര് പോലും അല്ലാത്ത ജിഹാദികൾക്കാണ് ലഭിക്കുന്നത് ഇവരുടെ തെളിവുകൾ. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല കേട്ടോ, അതിനകത്തുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോ എത്ര ലവ് ജിഹാദ് ഇവിടെ നടന്നിട്ടുണ്ട്, എത്ര ജിഹാദുകൾ ഉണ്ടായിട്ടുണ്ട്, ഏതൊക്കെ രൂപത്തിലുള്ള ജിഹാദുകളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേഴ്സ് സംഘടനയുടെ നേതാവിന്റെ തട്ടിപ്പും വെട്ടിപ്പും മറയ്ക്കാനും വിളിപ്പിക്കാനും ഏതൊക്കെ ഓൺലൈൻ മാധ്യമങ്ങൾ പണം പറ്റിയിട്ടുണ്ട് എന്നും ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ പോപ്പുലർ ഫ്രണ്ട് ഒരുക്കിയ ഹണി ട്രാപ്പുകളിൽ വീണു തട്ടിപ്പ് വീരന് ജയ് വിളിക്കുന്നു എന്നതും കാലം തെളിയിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. നമ്മൾ അറിയാത്ത, മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവര് കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോ ഇവരുടെ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് കണ്ണടച്ചു കിടന്ന് സ്വപ്നം കാണുന്നവരല്ല, ഞങ്ങളുടെ സ്വപ്നങ്ങൾ ആളുകളെ ഭയപ്പെടുത്തുന്ന സ്വപ്നമാണ് എന്നാണ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നത്. ഒരു 19 വയസ്സുകാരൻ ഏതാനും ചില ദിവസങ്ങൾ, അതായത് മിനിഞ്ഞാന്ന് മുതൽ വൈറലായിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ ഈ യുവാവിനെ? വെറും 19 വയസ്സുള്ള ഒരു യുവാവാണിത്. ഈ യുവാവിനെ റമളാനല്ലേ അപ്പോ ഒന്നാമത്തെ നോമ്പിന് തന്നെ അങ്ങോട്ട് ചെന്നാൽ അത്രയും നല്ലതാണ് എന്ന് തോന്നി. പെട്ടെന്ന് കാര്യം കഴിഞ്ഞു കിട്ടുമല്ലോ. അയോധ്യയിലെ രാമക്ഷേത്രം ലക്ഷ്യമിട്ട വ്യക്തിയാ. അത് പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ എന്നാണ് പേര്, ഭീകരനാ. സുരക്ഷാ ഏജൻസികള് പെട്ടെന്ന് തന്നെ പൊക്കി. ഗുജറാത്തിലെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിനാണ് ആളെ കിട്ടിയത്. ഹരിയാന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും കൂടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും 2 ടീമും കൂടി സംയുക്തമായിട്ട് നടത്തിയ ഒരു ഓപ്പറേഷനില് ഫരീദാബാദിലെ ഖാൻസ് റോഡ് പാലി പ്രദേശത്ത് നിന്ന് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് ഈ 19-കാരനായ അബ്ദുറഹ്മാനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇയാളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു.
ആ ബാഗിനകത്ത് 2 ഹാൻഡ് ഗ്രനേഡുകൾ ഉണ്ടായിരുന്നു. അത് ബോംബ് ഡിസ്പോസൽ സ്ക്വാഡ് നിർവീര്യമാക്കി. അത് കഴിഞ്ഞിട്ട് ഉത്തർപ്രദേശ് ATS, അതുപോലെ അസംഗഡിലെ ATS, മൗബല്യ ഇവിടങ്ങളിലൊക്കെ കൂട്ടുപ്രതികളെ തേടി വലിയ രൂപത്തിൽ റെയ്ഡുകൾ നടത്തുകയും ചെയ്തു. ഇയാൾ ഒറ്റയ്ക്കല്ല ഇതൊക്കെ ചെയ്യുന്നത്. പലയിടത്തും പല ആളുകളെയും സെറ്റ് ചെയ്തു വച്ചിരിക്കുവാണ് ഇതൊക്കെ ചെയ്യാൻ. ആയുധ നിയമത്തിലെ സെക്ഷൻ 25-ൽ 1A ഇത് പ്രകാരവും 1908-ലെ സ്ഫോടക വസ്തു നിയമത്തിലെ സെക്ഷൻ 4A, 4B, 5 ഇതൊക്കെ ചേർത്ത് കുറ്റങ്ങൾ ചുമത്തി ഫരീദാബാദ് പോലീസ് അബ്ദുറഹ്മാനെ ദബുവ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനില് FIR രജിസ്റ്റർ ചെയ്തു. അതവിടെ ആയതുകൊണ്ടാണ് നമുക്കറിയാം, ഒരു ഷാരൂഖ് സൈഫി, അയാള് ഡൽഹിയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തുവാണ്. എന്തിന്? പൊട്ടിത്തെറിക്കാൻ, തീവണ്ടിക്ക് തീയിടാൻ. അങ്ങനെയാണ് ആലപ്പുഴ കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് കക്ഷി തെരഞ്ഞെടുക്കുന്നു. എലത്തൂര്, കോഴിക്കോട് കൊയിലാണ്ടി റോഡിലെ എലത്തൂരില് പെട്രോൾ സ്റ്റേഷന് സമീപം അയാൾ കൃത്യം നടപ്പിലാക്കുന്നു. ഷൊർണൂരിൽ നിന്ന് പെട്രോൾ വാങ്ങിക്കൊണ്ട് വരിക. അപ്പോ എന്നിട്ട് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേരള പോലീസ് കിണഞ്ഞ് പരിശ്രമിച്ചു എന്ന് രേഖപ്പെടുത്തിയത് ഒരു DYSP ആയിരുന്നു. കാരണം ഇവ മഹാരാഷ്ട്രയിൽ എത്തി പൊട്ടിത്തെറിച്ചിട്ട് 3 പേരെ കൊന്നിട്ട്. ആ കേരളത്തിൽ ഈ സംഭവം നടന്നത് കൊണ്ട് നിർഭാഗ്യം എന്ന് പറയട്ടെ, ആളെ ഇവിടെ എത്തിക്കണമല്ലോ. ഇവിടെ എത്തിക്കുന്നതിനിടയിൽ അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുവാണ്. ഇതിപ്പോ ഗുജറാത്തിലായതുകൊണ്ടും യോഗിയുടെ നിരീക്ഷണത്തിലായതുകൊണ്ടും ഇയാൾ രക്ഷപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. ഒന്നുകിൽ ഒരു എൻകൗണ്ടർ, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഒരു വണ്ടി ആക്സിഡന്റ് ഡെഫിനറ്റ്ലി സംഭവിച്ചിരിക്കും. ഇതുപോലെയുള്ള ആളുകളെ ഒന്നും വച്ചു വാഴിക്കുന്ന ഒരു രീതി യോഗി ആദിത്യനാഥിനില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. അങ്ങനെ ഈ STF ഇൻസ്പെക്ടറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ യുവാവിനെതിരെ നടപടി സ്വീകരിച്ചത്. പോലീസ് തന്നെ പറയുന്നുണ്ട്. യശ്പാൽ സിംഗ് ആണ് ഇത് വ്യക്തമാക്കുന്നത്. ഈ അബ്ദുറഹ്മാനെ അറസ്റ്റ് ചെയ്ത ശേഷം ഗുജറാത്ത് ATS ഇയാളെ 10 ദിവസത്തേക്ക് റിമാൻഡിൽ ഗുജറാത്തിലേക്ക് കൊണ്ടുപോയി. എവിടെ നിന്നാണ്, ആരാണ് ഇയാൾക്ക് ഹാൻഡ് ഗ്രനേഡുകൾ നൽകിയത്, എന്തായിരുന്നു ഇയാളുടെ ലക്ഷ്യം, മുമ്പ് എത്ര തവണ ഇയാൾ ഇതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ കണ്ടെത്താൻ പോലീസും സുരക്ഷാ ഏജൻസികളും കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. രഹസ്യാന്വേഷണ ബ്യൂറോയിലെ അവിടെ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുജറാത്ത് ATS ഇയാളുടെ സങ്കേതം കണ്ടെത്തി കഴിഞ്ഞു. എന്ത് പെട്ടെന്നാണെന്ന് നോക്കണം. അവിടെ ആയതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. ഇവിടെ ഷാരൂഖ് സൈഫി എലത്തൂര് തീവണ്ടിക്ക് തീയിട്ടിട്ട് 5 ബോഗികളിൽ നിന്നാണ് ആ പായച്ചങ്ങല വലിച്ചവനെ രക്ഷപ്പെടുത്താൻ. ഇവന്റെ കയ്യിലുണ്ടായിരുന്ന 6 മൊബൈൽ ഫോണും കണ്ടില്ല. ഒരു ചുമന്ന ടിഫിനിൽ ഇവന് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും കൊണ്ടുകൊടുത്തത് ആരാണെന്ന് അറിയില്ല. റമദാൻ അത് സംഭവിക്കുന്നത്. പെരുന്നാളിനിടാനുള്ള പുതുവസ്ത്രം വരെ ഇയാൾക്ക് കിട്ടി എന്നതാണ് വാസ്തവം. കണ്ടുപിടിക്കാൻ പോലും കഴിയും. ഇപ്പൊ ഷാരൂഖ് സൈഫിയുടെ ഒക്കെ കേസ് എവിടെ എത്തി നിൽക്കുന്നു മാധ്യമങ്ങൾക്ക് പോലും അറിയില്ല. നമ്മളാരും അപ്ഡേറ്റഡ് അല്ലല്ലോ ഒന്നും. ഒരെണ്ണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചൂടേറിയ വാർത്ത അടുത്തതിന്റെ പിന്നാലെ പോക്കാണ് നമ്മുടെയൊക്കെ രീതി. ഇപ്പോ ഇത് അവിടെ ആയതുകൊണ്ട്, ഗുജറാത്ത് ATS ആയതുകൊണ്ട് കൃത്യമായിട്ട് ഇവരെയൊക്കെ പൊക്കിയെടുത്തു എന്നതാണ് സത്യം. ഈ അബ്ദുറഹ്മാന് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. ചോദ്യം ചെയ്യലിൽ രാമക്ഷേത്രം ആക്രമിക്കാൻ പദ്ധതിയുണ്ടായിരുന്നെന്നും ഉത്തർപ്രദേശിൽ നിന്നുള്ള മറ്റാളുകളുമായി ബന്ധപ്പെട്ടിരുന്നെന്നും ഇയാൾ വെളിപ്പെടുത്തുന്നു. ഇതിനുശേഷം UP ATS സംസ്ഥാനത്ത് മുഴുവനും റെയ്ഡുകൾ ആരംഭിച്ചു. ഇന്നലെ രാത്രി അസംഗഡിൽ നടന്ന റെയ്ഡിന് ശേഷം സംഘംബല്ലിയിലെത്തി. അവിടെ 3 യുവാക്കളെ കസ്റ്റഡിയിലെടുത്തതായി വൃത്തങ്ങൾ പറഞ്ഞു. ഇവരിൽ നിന്ന് പാകിസ്ഥാനുമായി ബന്ധമുള്ള ഇമെയിൽ ID കണ്ടെത്തി എന്ന വിവരമാണ് ലഭിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ മുതൽ അസംഗഡ് പ്രദേശത്ത് ATS സംഘങ്ങൾ സജീവമാണ്. ISIയുമായി ബന്ധമുള്ള എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നതുവരെ ഓപ്പറേഷൻ തുടരും എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അബ്ദുറഹ്മാനിൽ നിന്ന് കണ്ടെടുത്ത ഹാൻഡ് ഗ്രനേഡും അയാൾക്ക് ISIയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും സുരക്ഷാ ഏജൻസികൾക്ക് ഒരുപാട് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്.
അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കാൻ അയാൾ പദ്ധതിയിട്ടിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി. ഈ അബ്ദുറഹ്മാൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ ശൃംഖലയും ഗ്രനേഡുകളുടെ ഉറവിടവും കണ്ടെത്തുന്നതിന് വേണ്ടി അന്വേഷണം നടന്നു വരികയാണ് എന്ന് ഫരീദാബാദ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ യുപിയിലെ ATSന്റെ നടപടിയെ തുടർന്ന് തീവ്രവാദ ഗൂഢാലോചനയെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇയാളെ എത്ര ATSകളാണ് ചോദ്യം ചെയ്യുന്നതെന്നറിയാമോ? അത് കേരളത്തിലാണെങ്കിൽ ഇതൊന്നും നടക്കില്ല.